ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നൊരു വ്ളോഗാണ്. പിന്നെ ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിലത്തെ ഈ കമ്പനിയിലെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ഈ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ടായാലും. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ താമസിക്കുന്നിടത്താണേലും അതുപോലെ കമ്പനി വർക്ക് ചെയ്യുന്നിടത്താണേലും ഒറ്റ ഒരു മലയാളി ഞാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലോണം കന്നഡയൊക്കെ സംസാരിക്കാൻ ഞാൻ പഠിച്ചു. അത് അത്യാവശ്യം മലയാളം പറയുന്ന പോലെ തന്നെ പറയും. പിന്നെ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പല ആൾക്കാരാണല്ലോ, നമ്മൾ മലയാളികളല്ലാത്തതുകൊണ്ട് പല സ്വഭാവമായിരിക്കും. അവരുടെ കൂടെയൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് സർവൈവ് ചെയ്യണം കേസ്. സംഭവം ഞാനൊരു വിധത്തിൽ പിടിച്ചു നിന്നു. ചിലപ്പം വേറെ ചിലരായിരുന്നേ അവർക്ക് പറ്റുന്ന വരത്തില്ല. അവർ വന്നിട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ നമ്മൾ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നു. ഇനിയും പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ഫുൾ സെറ്റായിട്ട് എടുത്ത് പോവാണ്. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. എൻ്റെ റൂംമേറ്റ് ഇവിടെ എൻ്റെ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. പുള്ളി സഞ്ജയ്, പുള്ളിയുടെ വീട് മൈസൂരാണ്. സഞ്ജയ് സ്വല്പം നോടി. പുള്ളിക്ക് വ്ളോഗിൽ വരുന്ന ഇഷ്ടമല്ല ഗൈസ്. ഞാൻ എൻ്റെ കമ്പനി ജസ്റ്റ് കാണിക്കാം. ഇതാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കമ്പനി. ഇത് ബോഡി ഷോപ്പാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഗൈസ്, ആ കാണുന്നത്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി. ഇവിടുത്തെ സെക്യൂരിറ്റി ഗൈസ്, ഇത് ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിളും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൻറ്റിയാണ്. ഇവരുടെ അടുത്തൊക്കെ നമുക്ക് യാത്ര പറയാം. ಓಕೆ ಅಂಕಲ್ ಬಾಯ್. ಇವತ್ತು ನಂದು ಲಾಸ್ಟ್ ಡೇ. ತುಂಬ ಒಳ್ಳೆ ಹುಡುಗ, ತುಂಬ ಟೆಕ್ನಿಷಿಯನ್ ಬಗ್ಗೆ ಚೆನ್ನಾಗಿ ಇದಿದೆ. ಮತ್ತು ವರ್ಕ್ಶಾಪಲ್ಲಿ ಎಲ್ಲ ಕೆಲಸನೂ ಮಾಡ್ತಾನೆ. ತುಂಬ ಚೆನ್ನಾಗಿದ್ದಾನೆ. ತುಂಬ ನಮಗೆ ವೆರಿ ತುಂಬ ಇಷ್ಟ ಆಯಿತು. ಮಿಸ್ ಮಾಡ್ತೀನಿ ನನ್ನೆ. ತುಂಬ ಇಷ್ಟ ಆಯಿತು. ನೋಡಿ ಇವನು ಹೊರಗಡೆ ಹೋಗ್ತಾ ದುಬೈಗೆ, ಅಲ್ಲೂ ದೇವ್ರು ಚೆನ್ನಾಗಿಟ್ಟಿರ್ಲಿ. ತುಂಬ ಒಳ್ಳೆ ಹುಡುಗ. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು ಆಂಟಿ. ಹೇಳಿ ನಮ್ಮ ಹತ್ರ. ಫೈನ್. ತುಂಬಾ ಮಿಸ್ ಮಾಡ್ಕೊಂತ ಇದ್ದೀನಿ. ಕೇರಳ ಕೊಟ್ಟಿರುತ್ತೆ. ಎಲ್ಲ ಫಸ್ಟ್ ಕ್ಲಾಸ್ ವರ್ಕರ್ಸ್, ವೆರಿ ಗುಡ್. ನನ್ನೆ ಮಿಸ್ ಮಾಡ್ತೀನಿ. ரொம்ப மிஸ். ಫೋನ್ ಮಾಡ್ತೀನಿ ನಾನು. ಫೋನ್ பண்ணு. ಎಂಜಾಯ್ ಹ್ಯಾಪಿ ಜರ್ನಿ. ഓക്കെ ഓക്കെ, എൻജോയ്. ഓക്കെ, നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ചേട്ടൻ നമ്മളെ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റോപ്പിലാക്കാമെന്ന് പറഞ്ഞു. അല്ലേ, പൊളി മച്ചൻ. ഇവിടുത്തെ നമ്മുടെ അടുത്ത സുഹൃത്താണ് ശ്രീനു. സംഭവം പുള്ളിയുടെ പേര് ശ്രീനിവാസൻ എന്നാണ്. പക്ഷേങ്കിൽ പെൺപിള്ളേർ പുള്ളിനെ ശ്രീനു എന്ന് വിളിക്കും. ഇവിടെ ബസ് 7 മണിക്കാണ്. അപ്പം ഞാനിന്ന് കുറച്ച് നേരത്തെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം നമ്മൾ കറക്റ്റ് സമയത്ത് ഇറങ്ങുന്ന കാരണം നമുക്കൊരു ധൃതി പിടിച്ച് ടെൻഷൻ അടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ്. അത് കാരണം ഇപ്രാവശ്യം കുറച്ച് ബുദ്ധിപരമായിട്ട് നേരത്തെ ഇറങ്ങി. അതുപോലെ ബാംഗ്ലൂർ ട്രാഫിക്കാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ലോക്കായി പോകും. അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, കുറച്ച് നേരത്തെ അങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. സംഭവം നമ്മുടെ ബസ് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 7:00 ഗൈസ്. ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 19:30 എന്നായിരുന്നു കാണിച്ചത്. അപ്പം ഞാൻ കണക്കൊന്നും കൂട്ടി നോക്കിയില്ലായിരുന്നു. ആ ഫ്ലോയിൽ ഇങ്ങ് പോകുന്നു. ഇവിടെ വന്നിട്ട് സംഭവം നോക്കുമ്പോഴാണ് അത് 7:00 മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വന്ന് 5 മണിക്കാനുണ്ട്. സാധാരണ ഞാൻ കലാശപ്പാളയത്തൊന്നും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരും എവിടെ പോയാലും ബസ് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഓടിച്ചെന്ന് അതിൽ കയറലാണ് പതിവ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ വരുന്നത്. ബാഗൊക്കെ ഉണ്ട്. ഒരു ബാഗ് ഇവിടെ ഉണ്ട്, വലിയൊരു ബാഗ് തോളത്തുണ്ട്. ഇനി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. സുഖം. ഇതാട്ടോ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഇത് സംഭവം അടിയിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അണ്ടർപാസ്സാണ്. ഇവിടെ കൂടെ നമ്മൾ കയറി താഴത്തോട്ട് ഇറങ്ങി പോകണം. ഉള്ള KR മാർക്കറ്റ്. സാധനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയുമോ? എനിക്കിത് കണ്ടിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതെന്താ സംഭവം? എന്തൊക്കെയോ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കലാശപാളയത്തിൻ്റെ ഗല്ലികളിലൂടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് തേടിയുള്ള നടപ്പാണ്. ഇവിടെ എങ്ങാനും ബീഫ് കിട്ടുമെന്നാണ് നോക്കുന്നത്. സംഭവം ഇവിടെ ബീഫിന് വിലക്കുറവായതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ബീഫ് കിട്ടും. 1 കിലോയ്ക്ക് 250 രൂപ 200 രൂപ അത്ര എന്തോള്ളൂ. അപ്പം സാധാരണ എല്ലാ സ്ഥലത്തും ബീഫ് കിട്ടൂല. ഇവിടെ എന്തായാലും മിക്കവാറും സ്ഥലത്തൊക്കെ കിട്ടും. നമ്മളത് നോക്കി നടക്കുവാണ്, കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാം ഇങ്ങനത്തെ വഴികളാണ് കേട്ടോ. ഫുള്ള് ഡേഞ്ചറാണ്. സൂക്ഷിച്ചില്ലേ ഫോൺ എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. ചെറിയ വഴികൾ. ഇപ്പോഴും ആളുകൾ യാത്ര ചെയ്യാൻ കുതിരവണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുത്താതിരുന്നാൽ മതിയായിരുന്നു. നമുക്കെന്തായാലും അധികം അടുത്തോട്ട് പോകണ്ട. ഇത് വളരെ നല്ല വൃത്തിയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മളുടെ ബസ് എടുക്കാൻ സമയമായി. അപ്പം നമ്മൾ ബസ് നോക്കിയുള്ള നടപ്പിലാണ്. 522 ആണ് നമ്മുടെ ബസ്സിൻ്റെ നമ്പർ. സംഭവം ലഗേജൊക്കെ ആയിട്ട് കൂടെ ഇങ്ങനെ നടക്കുക. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇതേ ദിവസം നമ്മുടെ 522 ആണെന്ന വിശ്വാസത്തിൽ നമ്മൾ പോകുന്നു. അത് തന്നെയാണ് ഗൈസ്.
ആ ഓക്കെ സെറ്റ് 522. നമ്മൾക്ക് ഇതിൽ കയറിയാൽ മതി. നമ്മുടെ ബസ് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ബസ് 7:30 ആയപ്പോൾ വന്നു. അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. വെയിറ്റ് ചെയ്ത് നിന്നിടത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ലതുകൊണ്ട് നല്ലോണം മുള്ള മുട്ടുന്നുണ്ട് സംഭവം. ഇനിയും 10 മണിക്ക് വണ്ടി നിർത്തുമ്പോൾ മുള്ള. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂർ പിടിച്ച് വയ്ക്കാനൊക്കെ സാരം. ഗേസ്, ഞാനിങ്ങനെ ബസ്സിൻ്റെ പൊക്കത്തുള്ള സീറ്റിലൊക്കെ കിടന്ന് താഴത്തോട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് കിടക്കുമായിരുന്നു. സംഭവം ഫ്ലൈ ഓവറിൽ കൂടെ പോകുമ്പോൾ താഴത്തോട്ട് നോക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ അകത്ത് ഒരു TV പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം TV പോലത്തെ സാധനമുള്ള അതിൻ്റെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഓണാക്കി നോക്കിയപ്പോൾ ഒന്നും ഓണാകുന്നില്ല. വെറുതെ ആളെ പറ്റിക്കാനൊരു സാധനം വെച്ചിരിക്കുന്നു. ഗേസ്, നമ്മളെ വണ്ടി നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നിർത്തിയ കേട്ടോ. സംഭവം 3 മണിയായിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. വന്ന് ആ ടൈഡിൽ കിടന്ന് ഉറക്കുമായിരുന്നു ഗൈസ്. ഇപ്പോൾ എണ്ണിച്ചിട്ടുള്ളൂ. ഇവിടെ ഷൈനും ഉണ്ട്. ചേട്ടായി വന്നപ്പോ കൊറേ മുട്ടായി ഉണ്ട് തന്നു, കമ്മലും ഉണ്ട് തന്നു. മുട്ടായി നിന്ന് മടുത്തു. ഇതുപോലെ നല്ലൊരു ചേട്ടനെ കിട്ടാൻ എല്ലാവരും മക്കി നിന്നു. പോയ ഫുള്ള് വിളി അടിപൊളി ചേട്ടനാണ്. നിങ്ങൾക്ക് വേണം ഇത്രയും ഭാഗ്യം. അഭിനയമാണെന്ന് പറയുമോ ഗൈസ്? ഇത് കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്, ഒട്ടും മറക്കരുത്. സത്യസന്ധമായിട്ടുള്ള യൂട്യൂബ്. ഗൈസ്, ഷൈനോ ഇവിടെ നമ്മുടെ തങ്കുനെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. ഓ, തങ്കുവിന്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ? നമ്മുടെ 4ാമത്തെ പൂച്ച ഡാൻസ് കളിക്കാം. 4ാമത്തെ പൂച്ചയോ? ഷൈനോ, നമ്മൾ ഒരു പൂച്ച എന്ത് ചെറുത്? ആ, അത് നമ്മൾ വേറൊരു കസ്റ്റമറിന് കൊടുത്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് വാങ്ങിച്ചിരിക്കുന്നു. ഷൈനോ, നമ്മുടെ ബാക്കി പൂച്ചകളെ പറ്റി പറയൂ. ബാക്കി പൂച്ചകൾ ഒരാൾ എവിടെ പോയിക്കോണം, ഒരാൾ അടുക്കളയിൽ മീൻ കട്ട് ചെയ്യാൻ പോയിക്കോണം. പിന്നെ ഈ ഞോളപ്പനെ മാത്രമാണ് ഇപ്പൊ. ഗൈസ്, നമ്മൾ എല്ലാവരെയും കാണിച്ചുകൊണ്ട് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത നമ്മുടെ വീഡിയോ എന്താണ് ഷൈനോ? അടുത്ത വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും. നമ്മൾ ചിക്കൻ ഫ്രൈ ആയിരിക്കും മെയിൻ ഉദ്ദേശം. സോ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.